ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിച്ചു. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കർഷക സ്വാധീന മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 6 കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടുന്നു. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പുരോഗമിക്കുകയാണ്. ഇതിനിടെ ആന്ധ്രയിലെ BJP ഘടകകക്ഷിയായ ജനസേന സ്ഥാനാർത്ഥി വോട്ടിംഗ് മെഷീൻ തല്ലിത്തകർത്തു. ഇപ്പോൾ സന്തോഷ് സലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്മതിദാനാവകാശ രേഖപ്പെടുത്തലിനെ കാണാനാകുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദ്, ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു വോട്ടിംഗ് ആരംഭിച്ചിട്ട്. രാവിലെ 7 മണിയോട് കൂടിയാണ് 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് ആരംഭിച്ചത്. 1279 സ്ഥാനാർത്ഥികൾ ആകെ മത്സരിക്കുന്നു. ഈ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ് പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലാകട്ടെ ഏറ്റവും നിർണായകമായ ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ടിംഗ് നടക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ഒരു പ്രകാരം ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീനെതിരെ പരാതി ഉയർന്നിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ 2 ബൂത്തുകളിൽ ഇത്തരത്തിൽ EVM മെഷീനെതിരെ പരാതി ഉയരുകയും ചലച്ചിത്ര താരം പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേന പാർട്ടിയുടെ അവിടെ ഒരു സ്ഥാനാർത്ഥി EVM മെഷീൻ വലിച്ചെറിയുകയും ചെയ്തിരിക്കുന്നു. പോളിംഗ് ബൂത്തിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുപോയതിനു ശേഷം EVM മെഷീൻ കംപ്ലൈന്റ് ആണ് എന്ന് പരാതിപ്പെട്ടതിനു ശേഷമാണ് ദേഷ്യത്തോടെ വലിച്ചെറിയുന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി തന്നെ EVM മെഷീൻ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു കളയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പരാതി ഉയരുന്നുണ്ട്. പക്ഷേ മറ്റു ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഏറ്റവും ആദ്യ 2 മണിക്കൂറിലെ പോളിംഗ് ശതമാന കണക്കുകൾ വിവിധ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഔദ്യോഗിക കണക്കായി നൽകുന്ന പ്രകാരം ഒരു ശരാശരി 12% ഇതുവരെ ഈ 91 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇതുവരെയുള്ള വോട്ടിംഗ് എന്ന് പറയാൻ കഴിയും. എന്തായാലും ആദ്യ മണിക്കൂറുകളിലൊക്കെ സാധാരണ ഇത്രയാണ് വോട്ടിംഗ് ശതമാനം, പിന്നീടാണ് മാറുക. ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മാവോയിസ്റ്റ് മേഖലയൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ കൂടുതൽ സുരക്ഷാ സൈനികരൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ ബസ്തർ മേഖലയിൽ ഇതുവരെ 10.20% വോട്ടിംഗ് ഉയർന്നിരിക്കുന്നത്. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ മഹാസഖ്യവും ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ നിർണായക സ്വാധീനം ചെലുത്തുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയിരിക്കുന്നത്. അജിംഷാദ്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മോദിയുടെ മഹാരാഷ്ട്രയിലെ പ്രസംഗം ചട്ടലംഘനമെന്ന റിപ്പോർട്ട്. ലാത്തൂരിലാണ് മോദി ചട്ടം ലംഘനം നടത്തിയത്. കൊല്ലപ്പെട്ട ജവാന്മാർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് മോദി അഭ്യർത്ഥിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, കഴിഞ്ഞ ദിവസത്തിലാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഇത്തരത്തിൽ മോദി പ്രസംഗിച്ചത്. സൈനികരെയും ബലാക്കോട്ടിൽ നടത്തിയ ആക്രമണത്തെയും വോട്ടിനായി ഉപയോഗിക്കുന്ന ദുഷ്ടപ്രവൃത്തി ചെയ്തത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയേണ്ടത്. എന്തൊക്കെയാണ് അതിന്റെ പുരോഗതി? അജിംഷാദ്, കഴിഞ്ഞ ചൊവ്വാഴ്ച മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോഴാണ് മോദി ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം നടത്തിയത്. മോദി പ്രസംഗിച്ചത് പുൽവാമയിൽ വീരമൃത്യു വെച്ച രക്തസാക്ഷികൾക്കും അതുപോലെ തന്നെ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകിയവർക്കും കന്നി വോട്ടർമാർ ഇവർക്ക് വേണ്ടി വോട്ട് നൽകണമെന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് സൈനിക നേട്ടങ്ങളെയോ സൈനിക നീക്കങ്ങളെയോ ഉപയോഗിക്കരുത് എന്ന ഒരു കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് മോദി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളെ സഹായിക്കുന്ന BJP ചെയ്യുന്ന ലംഘനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നതെന്ന് ശക്തമായ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ CPIMന്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായിരുന്നു. മോദിയുടെ ഈ ഒരു പ്രസംഗത്തിനെതിരെയും CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്
കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഇതിൽ ഒരു വിശദീകരണം നൽകാൻ എത്രയും പെട്ടെന്ന് ഇതിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് ഒസ്മാനാബാദ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം മോദിയുടെ ഈ പ്രസംഗത്തിൽ പ്രഥമദൃഷ്ട്യാ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടന്നിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് സൈനിക നേട്ടത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മോദി ഉപയോഗിച്ചിരിക്കുന്നു. അതായത് പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബാലാക്കോട്ടിൽ പാകിസ്ഥാൻ തിരിച്ചടി നൽകിയവർക്ക് വേണ്ടി വോട്ട് നൽകണമെന്നും മോദിയുടെ ഈ ഒരു പ്രസംഗം പ്രഥമ ദൃഷ്ട്യാ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചട്ട ലംഘനമാണ്. ഇതിന്റെ തെളിവുകൾ ഉണ്ട് എന്ന് കാട്ടിക്കൊണ്ടാണ് മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇപ്പോൾ ഒസ്മാനാബാദ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകും എന്നാണ് നമുക്ക് ലഭിച്ച സൂചന. അങ്ങനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ഒരു വിഷയത്തിൽ മോദിക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കുക. അത് 2 ദിവസത്തിനകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും മോദി നടത്തിയ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അജിൻഷാ, ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടമായി ഉദ്യോഗസ്ഥർ മോദിക്കെതിരായി അല്ലെങ്കിൽ കമ്മീഷൻ നടത്തുന്ന പക്ഷപാതപരമായ പ്രവൃത്തിക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. രാജ്യത്താകമാനം അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ സംശയത്തിന്റെയും വിമർശനത്തിന്റെയും ഉൾമുനകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമ്മർദ്ദം ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് പുരോഗമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകരും കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തിയത്. വിഷ്ണു. തീർച്ചയായും അജിംഷാ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ആദ്യ ഘട്ടങ്ങളിൽ പോലും BJP പലതരത്തിലുള്ള ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് മോദിയുടെ ഈ ഒരു പ്രസംഗം, അതുപോലെ തന്നെ മോദിയുടെ സിനിമ, മോദിയുടെ ജീവചരിത്രം പറയുന്ന PM മോദി, അതുപോലെ തന്നെ നമോ TV, അതിനു പുറമെ തന്നെ BJP നേതാക്കൾ നടത്തുന്ന പല പ്രസംഗങ്ങൾ, വർഗീയ പ്രസംഗങ്ങൾ, അതോടൊപ്പം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യൻ സൈന്യത്തിനെ മോദി സേന എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധി ചട്ട ലംഘനങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ഇതിലൊന്നും ഇതുവരെ ഒരു നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നടപടിക്കെതിരെ, BJPയെ സഹായിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച 66 ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് BJP സഹായിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച 66 ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രപതിക്ക് പരാതി നൽകിയത്. ഈ പരാതിയിൽ BJPയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങൾ ഓരോന്നും അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയിരുന്നത്. ഈ ഒരു പരാതി ഈ രാഷ്ട്രപതിക്ക് ലഭിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ വളരെ വലിയ തോതിൽ തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാകുകയുണ്ടായി. ഈ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മോദിക്കെതിരെയും അതുപോലെ തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ PM മോദി നിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ റിലീസ് ചെയ്യരുത് എന്നൊരു ഉത്തരവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മോദിക്കെതിരെ ഇവർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് ഇപ്പോൾ എല്ലാ ഒരു രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ പ്രഥമദൃഷ്ട്യാ തന്നെ മോദിക്കെതിരെ തെളിവുണ്ട്. അതായത് മോദിയുടെ ഈ ഒരു പ്രസംഗം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം, കർശനമായ നിർദ്ദേശം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സൈന്യത്തിന്റെ നേട്ടങ്ങളെയോ സൈനിക നീക്കങ്ങളെയോ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം മറികടന്നുകൊണ്ട് മോദി ഇതിനെയെല്ലാം തന്നെ BJPക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടി ഈ ഒരു കേസിലുണ്ട്. അത് എന്തു തന്നെയായാലും മോദിക്ക് തിരിച്ചടി ആകും. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മോദിക്കെതിരെ നടപടി എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ വിദഗ്ധർ നൽകുന്ന അഭിപ്രായങ്ങളും. അജിംഷാ, ശരി. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം
ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ആന്ധ്രയിലെ BJP ഘടകകക്ഷിയായ ജനസേന സ്ഥാനാർത്ഥി വോട്ടിംഗ് മെഷീൻ തല്ലിത്തകർത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി ദൃശ്യങ്ങൾ സഹിതം പുറത്തെത്തുകയാണ്. വോട്ടിംഗ് മെഷീൻ തല്ലിത്തകർക്കാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് സന്തോഷ് സർലിംഗിലേക്ക്. സന്തോഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ BJP ഘടകകക്ഷിയായ നേതാവിന്റെ പ്രകോപനം? എന്താണ് അയാൾക്കെതിരെ എടുത്തിട്ടുള്ള നടപടി? എപ്പോഴായിരുന്നു സംഭവം? അജുംഷാദ്, ആന്ധ്രാപ്രദേശിൽ വ്യാപകമായ സംഘർഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണ രംഗത്ത് തന്നെ TDPയും YSR കോൺഗ്രസും പരസ്പരം വ്യക്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലൊക്കെ പ്രചരണം മൂർച്ഛിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിലും കാണാൻ കഴിയുന്നുണ്ട്. മുൻ ചലച്ചിത്ര താരം കൂടിയാണ് ജനസേന പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയ പവൻ കല്യാൺ. ഇയാളുടെ പാർട്ടി ആദ്യമായാണ് ആന്ധ്രാപ്രദേശിൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനന്ത്പൂർ ജില്ലയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലെത്തി EVM മെഷീൻ തകർത്തിരിക്കുന്നത്. EVM മെഷീൻ പ്രവർത്തിക്കുന്നില്ല എന്നാരോപിച്ച് മാധ്യമങ്ങളുമായി പോളിംഗ് ബൂത്തിലെ ഉള്ളിലേക്ക് കയറിയ സ്ഥാനാർത്ഥി ഇത് അപ്പോൾ തന്നെ വലിച്ചെറിയുകയും എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്ത പോളിംഗ് ബൂത്തിലെത്തിയും ഇയാൾ സംഘർഷം ഉണ്ടാക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥി ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു. EVM മെഷീൻ വ്യാപകമായി കംപ്ലൈന്റ് ആകുന്നു. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാണ് എന്നാണ് പവൻ കല്യാണിന്റെ സ്ഥാനാർത്ഥി ആരോപിച്ചിരിക്കുന്നത്. അതാണ് ഇത്തരം പ്രകോപനത്തിന് കാരണമായിരിക്കുന്നത്. അതേസമയം തന്നെ ആന്ധ്രാപ്രദേശിലെ തന്നെ വെസ്റ്റ് ഗോദാവരി ഭാഗത്ത് YSR കോൺഗ്രസും TDP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോളിംഗ് ബൂത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഗുണ്ടൂരിലെ സംഘർഷത്തിൽ TDP പ്രവർത്തകർ അവിടുത്തെ പോളിംഗ് ബൂത്ത് തന്നെ പൂർണ്ണമായും തകർക്കുകയും ചെയ്തിരിക്കുന്നു. വ്യാപകമായ ഒരു സംഘർഷം ആന്ധ്രാപ്രദേശിൽ നടക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇത്തവണ നടക്കുന്നുണ്ട്. TDP ആകട്ടെ തന്റെ സഖ്യകക്ഷിയെ BJPയുമായി പിരിഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ചന്ദ്രബാബു നായിഡു ആദ്യമായാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു പക്ഷേ BJP അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭീഷണി. YSR കോൺഗ്രസ് ആണ്, ജഗ്മോഹൻ റെഡ്ഡി. അതുകൊണ്ട് തന്നെ ജഗ്മോഹൻ റെഡ്ഡിക്കെതിരായ വലിയ നീക്കങ്ങളൊക്കെ സംസ്ഥാനത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ പോലും ഇരു വിഭാഗവും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അജിംഷാദ്, അതാണ് NDAയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും മഹാസഖ്യത്തിലേക്ക് എത്തിയ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം TDPയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഈ പവൻ കല്യാണിന്റെ നടപടിയും തുടർന്ന് YSRും TDPയും തമ്മിൽ വെവ്വേറെയായ ഏറ്റുമുട്ടലും യഥാർത്ഥത്തിൽ ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിധത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? എന്താണ് അവിടെ വരുന്നത്? സാധാരണ രീതിയിൽ അജിംഷാദ് ഇങ്ങനെ വ്യാപകമായി സംഘർഷങ്ങൾ പതിവുള്ളതല്ല ആന്ധ്രയിലാകട്ടെ. ഇപ്പോൾ ആന്ധ്ര വിഭജനത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. കാരണം വിഭജന സമയത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു പൂർണ്ണ സംസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമുള്ളൊരു ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ചന്ദ്രബാബു നായിഡുവിന് സംസ്ഥാന ഭരണം നിലനിർത്തണം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ കൂടി കണ്ണുള്ള നേതാവ് കൂടിയാണ്. പ്രതിപക്ഷ സഖ്യമൊക്കെ ഉണ്ടാക്കി BJPക്കെതിരെ വലിയ പോർവിളിയൊക്കെ നടത്തി. പ്രത്യേകിച്ച് ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി നൽകണം എന്ന ആവശ്യം തള്ളിക്കളഞ്ഞു. ഇതിനെതിരെയൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം NDA വിട്ട് പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. പക്ഷേ ചന്ദ്രബാബു നായിഡുവിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ അത്ര സുരക്ഷിതമല്ല. ആന്ധ്രാപ്രദേശിൽ ഏറ്റവും അവസാനമുണ്ടായിരിക്കുന്ന അഭിപ്രായ സർവേകൾ കാണിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന് ഭീമമായ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും എന്നതാണ്. കാരണം നിലവിൽ അദ്ദേഹത്തിന് 15 ലോക്സഭാ സീറ്റൊക്കെ 2014 ലഭിച്ചിട്ടുണ്ട്. ആകെ 25 ലോക്സഭാ സീറ്റിൽ. പക്ഷെ ഇപ്രാവശ്യം വെറും 2 സീറ്റിൽ ഒതുങ്ങി പോകും എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ 175 അംഗ ആന്ധ്രാപ്രദേശ് നിയമസഭയിലാകട്ടെ TDPക്ക് നേരത്തെ ഈ 78 ഉണ്ടായി 103 MLA-മാരുണ്ടായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം അത് 20-ൽ താഴെ ആകും എന്നും ചില അഭിപ്രായ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രബാബു നായിഡു വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും, തകർച്ചയുണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് മറികടക്കാനായി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ 4 മാസത്തിനിടെ നിരവധി വെൽഫെയർ പദ്ധതികളൊക്കെ സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകി വന്നത്. മാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും.
കെ മാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. പാലായിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. വിവരങ്ങളുമായി മാണിയുടെ വസതിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ പാലായുടെ പുത്രനെ കാണാൻ, അവസാനമായി കാണാൻ ഒഴുകുകയാണ് ജനസഞ്ചയം. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള കോൺഗ്രസ് ചെയർമാൻ KN മാണിയുടെ വസതിക്ക് മുന്നിലാണ്. പുലർച്ചെ 7 മണിയോട് കൂടിയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ വീട്ടിൽ കൊണ്ടുവന്നത്. അത്രത്തോളം ജനങ്ങളാണ് നമുക്ക് ഈ ഓരോ വഴിത്താരയിലും അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് കാത്തു നിന്നിരുന്നത്. അവർക്കൊക്കെ തന്നെ അവസരം നൽകിക്കൊണ്ടാണ് ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതാണ്ട് 7 മണി മുതൽ തുടങ്ങിയ നിലയ്ക്കാത്ത ഒരു നിരയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. കനത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് പാലായിലെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ മാണിയെ സ്നേഹിക്കുന്നവരും അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോഴും പാലായിലെ മാണിയുടെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് പാലാ പട്ടണം ഒരുങ്ങിക്കഴിഞ്ഞു. കാരണം കടകമ്പോളങ്ങളൊക്കെ തന്നെ ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. മാണിയോടുള്ള ആദരസൂചകമായിട്ട് കടകൾ പൂർണ്ണമായിട്ടും അടച്ചാണ് ഓരോ ജനവും ഓരോ പാലക്കാരനും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപായിട്ട് വീണ്ടും പാലാ നഗരത്തിലൂടെ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടൊരു വിലാപയാത്ര നടത്താനും ആലോചനയുണ്ട്. എന്തായാലും 2:30 മണിക്ക് ശേഷം പാലാ സെൻറ് തോമസ് പള്ളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിൻ്റെ ശുശ്രൂഷ പരിപാടികളൊക്കെ തന്നെ ഏതാണ്ട് 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. ഈ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പോലീസും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നീണ്ട നിരയായിട്ടാണ് ഓരോ മണിക്കൂറും കാത്തു നിന്നുകൊണ്ട് ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, നമുക്ക് കാണാം ഷാജിക്കൊപ്പം നിൽക്കുന്ന ആ നീണ്ട നിര ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ബാക്കി നിൽക്കുന്ന തരത്തിലേക്കാണ് ജനസഞ്ചയം അവിടേക്ക് ഒഴുകുന്നത്. ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രലിലാകുമോ സംസ്കാരം? അതെ, ഉച്ചയ്ക്ക് ശേഷം പാലാ സെൻറ് തോമസ് ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാര്യം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ വൈദികരും മറ്റും മാണിയുടെ വസതിയിലെത്തിയിരുന്നു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തി. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും തങ്ങളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ സഹപ്രവർത്തനെയൊക്കെ കാണുന്നതിനായിട്ട് മാണിയുടെ വസതിയിലെത്തിയിരുന്നു. ഭരത് മമ്മൂട്ടി അടക്കമുള്ള സിനിമാ മേഖലയിലുള്ളവരും അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിനായിട്ട് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ പോലും KC വേണുഗോപാൽ, മുഗൾ വാസനിക് അടക്കമുള്ളവർ കുറച്ചു മുൻപ് ഇവിടെ വന്നിട്ട് പോയിരുന്നു. ഇതിങ്ങനെ വിവിധ മേഖലകളിലുള്ള മന്ത്രിമാരടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നിരുന്നു, VS അച്യുതാനന്ദൻ വന്നിരുന്നു. ഇത്തരത്തിൽ ഓരോ നിമിഷവും പുതിയ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പൂർണ്ണമായിട്ടും ഈ 2 മണിയോടുകൂടി ഈ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരാശങ്കയും ഇവിടെ ഇതിൻ്റെ പാർട്ടി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പോലീസിനുമൊക്കെ ഉണ്ടെങ്കിൽ പോലും 2 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് മൃതദേഹം പൊതുദർശനത്തിന് ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ബന്ധുക്കളും മറ്റും അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മമ്മൂട്ടി അടക്കമുള്ളവർ, സാധാരണ രീതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ എത്തുന്നു മാണി സാറിനെ കാണാൻ എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂട്ടി എന്തൊക്കെയാണ് അവിടെ എത്തി അതിനുശേഷം മാധ്യമങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിയത്? വളരെയധികം തിരക്കുകൾക്കിടയിലും അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള KM മാണിയെ കാണുന്നതിനായിട്ടാണ് എത്തിയത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അദ്ദേഹം എറണാകുളത്ത് KM മാണി എത്തിയാലും അതോടൊപ്പം തന്നെ മമ്മൂട്ടി ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ KM മാണി എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് ബന്ധപ്പെടാറുണ്ട്. അത്തരത്തിൽ വളരെ അടുത്ത സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ് KM മാണി എന്നാണ് മമ്മൂട്ടി മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരക്കുകൾക്കിടയിലും തൻ്റെ പ്രിയ സുഹൃത്തിനെ അവസാനമായിട്ടൊരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം
മാണിയുടെ വസതിയിലെത്തിയത്. അതിനുശേഷം അല്പം മുമ്പാണ് അദ്ദേഹം മടങ്ങിയത്. ഇത്തരത്തിൽ രാഷ്ട്രീയ മേഖലകളിലും സിനിമാ മേഖലകളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ മാണിയുടെ വസതിക്ക് മുന്നിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അജിൻ ഷാദ്. ശരി ഷാജി, കൂടുതൽ വിവരങ്ങൾക്കായി തുടർന്നുള്ള ബുള്ളറ്റിനിലെത്താനാകും. കെ മാണിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് കേരള TV ചെയർമാൻ കൂടിയായ മമ്മൂട്ടി കെ എം മാണിയുമായി വളരെ അടുത്ത വ്യക്തിബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന്റെ നിര്യാണം കേരള രാഷ്ട്രീയത്തിന് കനത്ത നഷ്ടമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. രാഷ്ട്രീയം ഇതിനപ്പുറത്തേക്ക് വ്യക്തി ബന്ധങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്ന ആളാണ് മാണി സാർ. ഞാനൊരു സിനിമാ പ്രവർത്തകനാണ്. ഈ സിനിമ ഷൂട്ടിങ്ങിനായിട്ട് പല ഭാഗത്തോ അല്ലെങ്കിൽ അദ്ദേഹം ഉള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ ഉണ്ടാവും. എവിടെയാണ്, എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ, അസൗകര്യമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളാണ്. അല്ല, ചില സ്ഥലത്ത് വരും, അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുന്ന ഒരാളാണ്. പിന്നെ പ്രായത്തെ അതിജീവിക്കുന്നൊരു ഊർജ്ജസ്വലത ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. ഈ മാണി സാറിൻ്റെ പ്രായം ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ആൾക്കാർ അറിയുന്നത്. അത്രത്തോളം ചെറുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. ജീവിതത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഒക്കെ. മാണി സാറിൻ്റെ വിയോഗം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, നമ്മുടെ സാംസ്കാരികമായ രംഗത്ത് എല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. വാർത്തകളിലേക്ക്. UPA NDA സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിച്ച കർഷക ആത്മഹത്യകളും കാർഷിക പ്രതിസന്ധിയും ഉയർത്തിക്കാട്ടി LDF വയനാട്ടിൽ പ്രചരണം ശക്തമാക്കുന്നു. വോട്ട് ചോദിക്കും മുമ്പ് മാപ്പ് ചോദിക്കുമോ എന്ന ചോദ്യമുയർത്തി 14-ന് 1 ലക്ഷം പേർ മണ്ഡലത്തിലിറങ്ങും. കർഷക പാർലമെന്റ് 12-ന് നടക്കും. ചോദ്യമുയർത്തി അതിവിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് LDF തുടക്കമിടുന്നത്. ഏപ്രിൽ 12-ന് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റ്. ദേശീയ കർഷക പോരാട്ടങ്ങളുടെ നേതാക്കളെത്തും. വോട്ട് ചോദിക്കും മുൻപ് മാപ്പ് ചോദിക്കുമോ എന്ന ലഘുലേഖയുമായി 1 ലക്ഷം LDF പ്രവർത്തകരുടെ മെഗാ സ്ക്വാഡ് വയനാട് മണ്ഡലത്തിലിറങ്ങും. സമകാലിക ഇന്ത്യയുടെ ദുരിത സാഹചര്യങ്ങളിൽ കോൺഗ്രസ് നയങ്ങളും സമീപനങ്ങളും ഉൾപ്പെട്ട 10 ചോദ്യങ്ങളാണ് ലഘുലേഖയിൽ. ഏപ്രിൽ 14-ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷം പ്രവർത്തകർ ഇറങ്ങുന്ന വലിയൊരു മെഗാ സ്ക്വാഡ് വർക്കിന് LDFന്റെ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപം നൽകിയിരിക്കുകയാണ്. 15,000 സ്ക്വാഡുകൾ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും കടകളിലും എത്തും. കർഷക ദുരിതങ്ങൾ ചർച്ചയാക്കുകയാണ് LDF. 3000-ലധികം കർഷകർ വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്തതിന്റെ ഉത്തരവാദിയാര്? അതിന്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഈ നയങ്ങളാണ് ഉത്തരവാദി. ആ നയങ്ങൾ തന്നെയാണ് BJPയും തുടരുന്നത്. ഇടതു സർക്കാർ നയങ്ങൾ കർഷക ആത്മഹത്യകളെ പിടിച്ചു നിർത്തിയതും LDF ഉയർത്തിക്കാട്ടുന്നു. ഏതായാലും കാർഷിക പ്രതിസന്ധി, കാർഷിക മേഖലയിലെ തകർച്ച വയനാട് മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊന്നായി മാറിക്കഴിഞ്ഞു. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് മലയോരത്തിന്റെ സ്നേഹോഷ്മള വരവേൽപ്പ്. ഇരിക്കൂർ, പേരാവൂർ നിയോജക മണ്ഡലങ്ങളിൽ 3ാം ഘട്ട പര്യടനം നടത്തിയ ശ്രീമതി ടീച്ചർക്ക് വൻ സ്വീകരണമാണ് മലയോര കർഷകർ നൽകിയത്. ഇരിട്ടി ചരലിൽ കോൺഗ്രസ് വിട്ട് CPIM-ലേക്ക് എത്തിയവരെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് ശ്രീമതി ടീച്ചർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ മലയോര ജനതയുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ജനപ്രതിനിധിയാണ് PK ശ്രീമതി ടീച്ചർ. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് വികസനം, സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം, ടൂറിസം വികസനത്തിനായുള്ള ഇടപെടലുകൾ തുടങ്ങി കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയത് നിരവധി പദ്ധതികൾ. കാർഷിക വിലത്തകർച്ച, വന്യമൃഗശല്യം തുടങ്ങിയ കർഷകരുടെ പ്രശ്നപരിഹാരത്തിനും ശ്രീമതി ടീച്ചറുടെ സജീവ ഇടപെടലുണ്ടായി. ഈ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണുന്ന ജനപങ്കാളിത്തം. എല്ലാ സ്ഥലങ്ങളിലും, അത് മലയോരമെന്നോ മറ്റേതെങ്കിലും പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നുള്ള വികാരം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. അത് ജയിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയുള്ള ഒരു ഇടപെടൽ, അത് രാവിലെ എന്നോ രാത്രിയെന്നോ ഉച്ചയെന്നോ ഒന്നുമില്ല. ഇതിപ്പം 3ാം ഘട്ടം പൂർത്തിയാകുകയാണ് പ്രചരണം. തീർച്ചയായും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നത്. മലയോര കർഷകരുടെ ഇടയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് എത്തുന്നവരും ഏറെയാണ്. ഇരിട്ടി ചരലിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPIM-ലേക്ക് എത്തിയവരെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ശ്രീമതി ടീച്ചർ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൊടുപുഴ നഗരത്തെ ആവേശത്തിലാക്കി മഹിളകളുടെ മഹാറാലി. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വോട്ടഭ്യർത്ഥിച്ച് നടന്ന റാലിയിൽ പ്രായഭേദമന്യേ നിരവധി പേരാണ് പങ്കെടുത്തത്.
അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി തൊടുപുഴ മെർച്ചന്റ് ട്രസ്റ്റ് ഹാൾ പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത്. റാലിയിൽ തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വനിതകൾ അണിനിരന്നു. വിദ്യാർത്ഥിനികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റാലി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത്. റാലിക്ക് മുന്നോടിയായി മെർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ചേർന്ന LDF വനിതാ കൺവെൻഷൻ പ്രമുഖ സിനിമാ സീരിയൽ താരം ഗായത്രി ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ തുടച്ചു നീക്കി രാജ്യത്ത് സദ്ഭരണം കൊണ്ടുവരാൻ സ്ത്രീ സമൂഹം ജാഗ്രതയോടെ ഇടപെടേണ്ട കാലഘട്ടമാണിതെന്ന് ഗായത്രി പറഞ്ഞു. ഇടതുപക്ഷം വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ജാതി ചിന്തകളിലൂടെ പ്രത്യാരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ ചേരിതിരിവിലേക്ക് നയിക്കാനാണ് വർഗീയതയുടെ വക്താക്കളുടെ ശ്രമം എന്നും അവർ പറഞ്ഞു. വളരെ സംഘടനാപരമായി നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന വിജയം എന്നതിനുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായി തീരുന്നു ഒരു ബദൽ ഭരണ സംവിധാനം എന്നുള്ളത്. മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് സുജ ഷാജി അധ്യക്ഷത വഹിച്ചു. ഇടത് നേതാക്കളായ KP മേരി, VV മത്തായി, K സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയനാട്ടിൽ ഇന്ന് വൻ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. MM മണി, ശൈലജ ടീച്ചർ തുടങ്ങിയവരും പങ്കെടുക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അവിടെ നിന്നും അനൂപ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അനൂപ്, കർഷക പ്രശ്നങ്ങൾ ഉയർത്തി വലിയ പ്രക്ഷോഭങ്ങൾ സജീവമാവുകയാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ കൂടി. ഇന്ന് നടക്കുന്ന റാലിയെ സംബന്ധിച്ച് എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഭാരതീയരായ നാം നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും നാലാം ഘട്ട പ്രചരണ LDF നേതൃത്വത്തിൽ റാലി നടക്കുന്നത്. അല്പസമയത്തിനകം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ കടന്നപ്പള്ളി MM മണി, ശൈലജ മന്ത്രിമാരുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ VS സുനിൽകുമാർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 500-ൽ പരം ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരാണ്, മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് യോഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ റോഡ് ഷോയും ഈ പരിപാടി. തീർച്ചയായും വിവരങ്ങളാണ് അനൂപ് നൽകി വരുന്നത്. മഹാറാലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വയനാട് ഏറ്റവും കൂടുതൽ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചാണ് വയനാട് തെരഞ്ഞെടുപ്പ് വേദികൾ LDF സജീവമാക്കുന്നത്. എതിർഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം തെറ്റായ ഗതിയിലാണെന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വേളയെ കൂടി തെരഞ്ഞെടുപ്പ് വേദികളിൽ LDFന് പ്രതിഫലിപ്പിക്കാനാകുന്നു, ചേർത്ത് പിടിക്കാനാകുന്നു എന്നതാണ്. മുഖ്യമന്ത്രി എത്തും. അല്പസമയത്തിനകം റാലിയെയും ജനങ്ങളെയും അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ഇപ്പോൾ VS സുനിൽകുമാറാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനൂപിലേക്ക് തന്നെ പോകാം. അനൂപ്, ഒരുപക്ഷേ അവിടെ കേവലമായ പ്രശ്നങ്ങൾ, ചില രാഷ്ട്രീയ സന്ദേശങ്ങൾ രാജ്യത്തിന് നൽകിയ തെറ്റായ ദിശയെ സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളൊക്കെയും ഉണ്ട്. ഒപ്പം ചേർത്ത് പിടിക്കുന്ന മറ്റനവധി പ്രശ്നങ്ങളുണ്ട്. കാർഷിക പ്രശ്നങ്ങൾ, കേന്ദ്രത്തിന്റെ BJP സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ ഒക്കെ കാർഷിക വിരുദ്ധ നയങ്ങളിൽപ്പെട്ട ആടി ഉലഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ നേർചിത്രങ്ങളായി അവരുടെ വിഷമങ്ങൾ കൂടി ഒപ്പിയെടുക്കുന്നതാകുന്നു എന്നതുകൂടി തെരഞ്ഞെടുപ്പ് വേളകളിൽ പ്രതിഫലിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ സംഭവവികാസങ്ങൾ പുരോഗമിക്കുന്നത്? ഇപ്പോൾ 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതോടെ കാർഷിക പ്രതിസന്ധിയും കേന്ദ്ര സർക്കാർ UPA സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങൾ മൂലമുണ്ടായിട്ടുള്ള കർഷക ദുരിതങ്ങളും പ്രതിസന്ധിയും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമായും ശരി, അനൂപിലേക്ക് എത്താനാകും ഉടൻ തന്നെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചത്. ഗാന്ധി കുടുംബത്തിന് അമേഠി എന്ന സുരക്ഷിത മണ്ഡലം ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദും ഇത്തവണ അമേഠിയിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാനുള്ള ഹാറൂൺ റഷീദിന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയമാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ നിർബന്ധിതനാക്കിയത്. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ മുസ്ലിമായ T സിദ്ദീഖിനെ ബലിയാടാക്കിയത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണെന്നും ഹാറൂൺ റഷീദ് തന്നെ പറയുന്നു. ഗാന്ധി കുടുംബത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ അമേഠിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ഹാജി സുൽത്താൻ ഖാന്റെ വസതിയാണിത്.
1991 രാജീവ് ഗാന്ധി, 1999 സോണിയ, ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികയിൽ ഹാജി സുൽത്താൻ ഖാനായിരുന്നു ഒപ്പിട്ടത്. എന്നാൽ ഗാന്ധി കുടുംബവുമായുള്ള ഈ ആത്മബന്ധം ഹാജി സുൽത്താൻ ഖാന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ട് നാളുകളായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അമേഠിയിൽ ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദ് ഇക്കുറി ജനവിധി തേടുന്നത്. ന്യൂനപക്ഷങ്ങളെ BJP മുന്നിൽ നിന്നും കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തുകയാണെന്ന് ഹാറൂൺ റഷീദ് കുറ്റപ്പെടുത്തുന്നു. क्योंकि कांग्रेस में अब माइनॉरिटी के प्रति वो भावना नहीं रही जो मौलाना आजाद के पीरियड में थी. कांग्रेस मुस्लिम मुक्त पार्टी बनाना चाहती है. जिस तरह BJP का नारा है कांग्रेस मुक्त, तो कांग्रेस का नारा है मुस्लिम मुक्त. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ ടി സിദ്ദിഖിനെ ബലിയാടാക്കിയതും ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണെന്നാണ് ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം. अमेठी के डर से वायनाड भी पहुंचे तो वहां भी इन्होंने मुस्लिम की ही कुर्बानी मान ली. उसको टी सिद्दीक को बल का बकरा बना दिया. इनको मुस्लिम ही मिला था बकरा बनाने को. അമേഠിയിലെ ന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് രാഹുൽ മനസ്സിലാക്കിയെന്നും അതുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. 6 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. അമേഠിയിൽ ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയം രാഹുലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനു പിന്നിൽ ഹാറൂൺ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നിർണായക സ്വാധീനവുമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്തുതന്നെയായാലും രാഹുലിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഹാറൂൺ റഷീദിന്റെ ആഹ്വാനം. ഹാറൂൺ റഷീദിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോഴും വയനാട്ടിൽ രാഹുലിന്റെ 2 അപരന്മാരടക്കം 20 പേർ മത്സരരംഗത്തുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ രാഹുൽ ഗാന്ധിക്കിത് തെരഞ്ഞെടുപ്പിലെ 3ാം അംഗമാണ്. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2 ഗാന്ധിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. ഒരാൾ രാഹുൽ ഗാന്ധി KE, മറ്റൊരാൾ ഇതാണ് രാഹുൽ ഗാന്ധി. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ ബാനറിൽ ബക്കറ്റ് ചിഹ്നത്തിലാണ് ഈ തമിഴ്നാട് സ്വദേശി മത്സരിക്കുന്നത്. കോയമ്പത്തൂരിൽ നേരത്തെ നൽകിയ പത്രിക തള്ളിപ്പോയി. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അറിയുന്നത്. അന്നു തന്നെ ചുരം കയറി. അമേത്തിയിൽ മത്സരിക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു. മത്സരത്തിൽ മുൻ പരിചയവും രാഹുൽ ഗാന്ധിക്കുണ്ട്. 2014 മേയർ കാൻഡിഡേറ്റ്, 2016 MLA-க்கு நின்னாச்சு, ஸ்டேட் லெஜிஸ்லேட்டிவ் அசம்பிளி சிங்கநல்லூர் கான்ஸ்டிடியூஷனுக்கு. அப்புறம் கோயம்புத்தூர்ல நாமினேஷன் பண்ணி ரிஜெக்ட் ആണെന്ന് ഇപ്പോൾ വയനാട്ടിലെ MP കാൻഡിഡേറ്റാ നിൽക്കുന്നത്. തമിഴ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് ഈ യുവാവ്. രാഹുലിനെതിരെ മത്സരിക്കുന്നതിന്റെ ആവേശത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. ജയ്ഹിന്ദ് ഫ്രീഡം പാർട്ടി എന്ന സ്വന്തം സംഘടനയും ഹിന്ദുസ്ഥാൻ ജനതാ പാർട്ടിയുടെയും എല്ലാം പിന്തുണയുണ്ടെന്നാണ് ഈ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. ആരും സ്വാധീനിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അപരനായി എത്തിയ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. എക്സിറ്റ് പോളുകൾക്ക് ഏപ്രിൽ 11 മുതൽ വിലക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള എക്സിറ്റ് പോളുകൾ ഏപ്രിൽ 11 രാവിലെ 7 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. മെയ് 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 126(1)A പ്രകാരമാണ് നടപടി. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള സമയം മുതൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കും. റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. MM മണി, ശൈലജ ടീച്ചർ, VS സുനിൽകുമാർ എന്നിവരും പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അനൂപ്, എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക? എങ്ങനെ പുരോഗമിക്കുന്നു? വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ PK ശ്രീധരന്റെ 4ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ആണ് ഇപ്പോൾ LDF നേതൃത്വത്തിൽ വലിയ റാലി കൽപ്പറ്റ നഗരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിമാരായ KK ശൈലജ ടീച്ചർ, VS സുനിൽകുമാർ, MM തുടങ്ങിയവർ ഈ മാർച്ചിൽ ഈ റാലി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരും. ഏതാണ്ട് 500-ൽ നിന്നുള്ള LDF വോട്ടിലാണ് വയനാട് മണ്ഡലത്തിൽ
തന്നെ പല മേഖലകളിൽ നിന്നും ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയതിനു ശേഷം എത്തിയതിനെ വലിയ പ്രചാരണത്തിലുള്ള വലിയ മാറ്റമാണ് LDF വയനാട് മണ്ഡലത്തിൽ വരുത്തിയിരിക്കുന്നത്. പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന വിവിധ സ്ക്വാഡുകളായുള്ള 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഈ മാസം 16-ാം തീയതി തന്നെ ആരംഭിക്കും. ഇതിനെല്ലാം മുന്നോടിയോട് കൂടിയാണ് ഇപ്പോൾ ഒരു പൊതുയോഗം വയനാട് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പൊതുയോഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുപാട് വിശദാംശങ്ങൾ നൽകിയത് ഇടവേളയിലേക്ക്. വാർത്തകളിലേക്ക്. ചുട്ടുപൊള്ളി തന്നെ കേരളം. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതപ മുന്നറിയിപ്പ് നാളെ വരെ തുടരും. 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. വേനൽ മഴയിൽ കുറവുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൂട് വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാളെ വരെ സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകരുതെന്ന് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി, ജലസേചന വകുപ്പുകളുടെ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി ജില്ലകളിൽ പ്രത്യേക ടീം രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 306 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം കിയോസ്കുകളിൽ എത്തിച്ച് വിതരണം നടത്തിവരികയാണ്. ഇത് കൃത്യമായ രീതിയിൽ മേൽനോട്ടം നടത്തണമെന്നും ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF-നെതിരെ പ്രചരണം നടത്താൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് BJP-യും കോൺഗ്രസും ശബരിമലയെ ആയുധമാക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. കൊച്ചി പള്ളുരുത്തിയിൽ P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് BJP-ക്കും കോൺഗ്രസിനുമെതിരെ ബൃന്ദ കാരാട്ട് ആഞ്ഞടിച്ചത്. ജില്ലയിൽ 2 ഇടങ്ങളിലായി നടന്ന പൊതുയോഗങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യം ഭരിക്കുന്ന BJP ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബൃന്ദ കാരാട്ട് ആരംഭിച്ചത്. ഭരണഘടനയെ തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനാണ് ആദ്യകാലം മുതൽ സംഘപരിവാർ ശ്രമിക്കുന്നത്. മോദിയെയും അമിത്ഷായെയും എതിർക്കുന്നവരെ ഗോവധവും ലവ് ജിഹാദും ആരോപിച്ച് കൊലപ്പെടുത്തുകയാണ് സംഘപരിവാർ എന്നും ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ഈ വേട്ടയാടലിന് ഇരയായിട്ടുണ്ടെന്നും ബൃന്ദ കാരാട്ട് ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ആരോപണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസും BJP-യും ശബരിമലയെ ആയുധമാക്കുന്നതെന്നും എന്നാൽ വലിയ വിജയം ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നുണ്ടെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. With certain parties who are facing defeat in Kerala, the BJP on the one hand and all the UDF parties on the other are trying to divert attention from the wonderful work which has been done by the LDF government. They are scared. They cannot attack the government, they cannot attack the LDF in any way. So they are raising issues which are of no concern to the people. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് തങ്ങളുടെ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തിയതിനെയും ബൃന്ദ കാരാട്ട് പരിഹസിച്ചു. നിപ്പ പോലെ തവളച്ചാട്ടം എന്ന പുതിയൊരു വൈറസ് കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ബൃന്ദ പറഞ്ഞു. ഇതുകൊണ്ടാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ BJP-യിലേക്ക് ചാടിപ്പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലും ചെറായിലും സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. മികച്ച രാജ്യസഭാംഗമായ P. രാജീവിനെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുമെന്ന ബൃന്ദയുടെ പരാമർശത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സിലുണ്ടായിരുന്നവർ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിയുടെ മസാല ബോണ്ടിന് അന്താരാഷ്ട്ര അംഗീകാരം. കിഫ്ബിയെക്കുറിച്ച് കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിക്കിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ഇൻ ദി ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്ത വാർത്ത ധനമന്ത്രിയെ തേടിയെത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം തോമസ് ഐസക് അധ്യാപകനായി എത്തിയതും കൗതുകവും പീപ്പിൾ TVയുടെ പരിപാടിക്കുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിക്കെതിരെ അനാവശ്യ വിവാദങ്ങളുയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് കിഫ്ബി എന്തെന്നും മസാല ബോണ്ട് എന്തെന്നും വിശദീകരിക്കാൻ നാളുകൾക്ക് ശേഷം ധനമന്ത്രി അധ്യാപകന്റെ റോളിലെത്തിയത്. കിഫ്ബിയെക്കുറിച്ചും മസാല ബോണ്ടിനെക്കുറിച്ചും വിവാദങ്ങളുയർന്ന സാഹചര്യത്തിൽ കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ധനമന്ത്രി കിഫ്ബിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചത്.
കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികളാണ് തോമസ് ഐസക്കിന്റെ ക്ലാസ്സിൽ കിഫ്ബിയെക്കുറിച്ച് പഠിക്കാനെത്തിയത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങൾ നൽകി ക്ലാസ് മുന്നേറുന്നതിന് ഇടെയാണ് ആ സന്തോഷ വാർത്ത സംസ്ഥാനത്തെ തേടിയെത്തിയത്. ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ ധനമന്ത്രി ആ വാർത്ത കേരളത്തെ അറിയിച്ചു. കിഫ്ബിയെ തേടിയെത്തിയ അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു ആ വാർത്ത. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 കിഫ്ബിയെ നോമിനേറ്റ് ചെയ്ത വാർത്തയാണ് പീപ്പിൾ ടിവിയുടെ പരിപാടിക്കിടെ ധനമന്ത്രിയെ തേടിയെത്തിയത്. നമുക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇഷ്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ആയിട്ട് ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളെ തടയാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. തന്റെ ഇഷ്ടപ്പെട്ട മേഖലകളിലൊന്നായ അധ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാൻ കഴിഞ്ഞ ഐസക്കിന് കിഫ്ബിക്ക് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരം ഇരട്ടി മധുരമായി. ന്യൂസ് ഡെസ്ക്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് ഇളവ് ആവശ്യപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ അപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. 2018 ഒക്ടോബറിൽ പടക്ക നിയന്ത്രണത്തിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഭേദഗതിയും ഇളവും ആവശ്യപ്പെട്ടാണ് ഇരു ദേവസ്വങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഗുണ്ട്, ഓലപ്പടക്കം, അമിട്ട്, കുഴിമിന്നൽ എന്നിവ ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്നതാണ് പ്രധാന ആവശ്യം. ബേരിയം രാസവസ്തു ഉപയോഗിച്ചുള്ള പടക്കങ്ങളും ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും സമയ നിയന്ത്രണത്തിൽ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പിന്തുണച്ചേക്കും. ജസ്റ്റിസ് SA ബോബ്ഡെയുടെയും അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു കോടതിയും ഇനി ഇടപെടരുതെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. സുപ്രീം കോടതി തീർപ്പാക്കിയ തർക്കത്തിൽ ഇനി മറ്റു കോടതികൾ ഇടപെടരുതെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കന്യാട്ടുനിരപ്പ് പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. 1934 മലങ്കര സഭ ഭരണഘടനയിലെ വിധി അന്തിമമാണ്. ഇത് സംബന്ധിച്ച് വീണ്ടും ഹർജികൾ പരിഗണിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ബ്രെക്സിറ്റിൽ ബ്രിട്ടന് ആശ്വാസം. ബ്രിട്ടന് കാലാവധി നീട്ടി നൽകാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനം. കാലാവധി ഒക്ടോബർ 31 വരെ നീട്ടി നൽകാനാണ് തീരുമാനം. ജൂൺ 30 വരെ നീട്ടാനായിരുന്നു ആദ്യം തെരേസ മേ തീരുമാനിച്ചിരുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. ബ്രിട്ടനിലെ രാഷ്ട്രീയ പ്രതിസന്ധി കണക്കിലെടുത്ത് സമയം നീട്ടി നൽകണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ആവശ്യപ്പെട്ടിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ എന്നിവരോട് ആവശ്യപ്പെട്ടിരുന്നതിന് പുറമെയാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യം തള്ളിയിരുന്നുവെങ്കിൽ ബ്രിട്ടന് കരാറില്ലാതെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു.